ശ്രീ വി പി പി മുസ്തഫ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ വി പി പി ഒരു കാര്യം, അതായത് ഇവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞത് ഒരുപക്ഷെ ഈ വലിയ വ്യാഖ്യാനങ്ങൾ വലതുപക്ഷ മാധ്യമങ്ങൾ മനോരമ അടക്കം ചമച്ച വാർത്ത എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു രാജി വന്നു കഴിഞ്ഞാൽ അതൊരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകും, ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോയാൽ തിരിച്ചടി ഉണ്ടാകും എന്ന തരത്തിലുള്ള വലിയ വ്യാഖ്യാനങ്ങളാണ്. പക്ഷേ അതിനുമപ്പുറം ചീഞ്ഞു ഞാറുന്ന ചില കാര്യങ്ങളുണ്ട്. ഇവരെ ഈ നേരത്തെ പറഞ്ഞ പോലെ, താങ്കൾ പറഞ്ഞ പോലെയുള്ള ത്രിമൂർത്തി സഖ്യമുണ്ടല്ലോ, ആ സഖ്യം കാട്ടിക്കൂട്ടിയത് എന്തൊക്കെയാണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. വി ഡി സതീശൻ്റെ പുനർജനിയെക്കുറിച്ചൊക്കെ കേരളം കണ്ടതാണ്, ഷാഫി പറമ്പിലിൻ്റെ ഫണ്ട് പിരിവിനെ കുറിച്ച് കണ്ടതാണ്. അതോടൊപ്പം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വ്യാജ പ്രസിഡന്റ് എന്ന ആരോപണമുള്ള ആ വ്യാജ വോട്ടർ ഐ ഡി കാർഡ് വിവാദം, വയനാട് ദുരന്തബാധിതരുടെ പേരിൽ പണം പിരിച്ച് പുട്ടടിച്ചടക്കം. അതിനുമപ്പുറത്തേക്ക് അതായിരിക്കണം ഒരുപക്ഷേ ഗോവിന്ദൻ മാസ്റ്റർ എന്ന് പറഞ്ഞത്, വലിയ പൊട്ടലുകൾ ഈ സതീശൻ പറയുന്നതിനും അപ്പുറത്തേക്കുള്ള വലിയ പൊട്ടലുകൾ വരാനിരിക്കുകയാണ് കോൺഗ്രസിൽ. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് തൽക്കാലം ഈ അടുത്ത ദിവസങ്ങളിൽ പൊട്ടണ്ട എന്നതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇപ്പോഴിങ്ങനെ ഒരു തീരുമാനം KPCC എടുത്തത്. തീർച്ചയായിട്ടും എന്ന് പറഞ്ഞാൽ കോൺഗ്രസിലെ ആഭ്യന്തര കലഹം രൂക്ഷമാവാൻ പോവുകയാണ്. അത് റജി ഇവിടെ പറയുന്നത് പോലെ കോൺഗ്രസിലെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമൊന്നുമല്ല, അങ്ങേറ്റത്തെ അരാജകത്വമാണ് റജി. ഓരോ നേതാവും ഓരോരുത്തർക്ക് തോന്നിയതുപോലെ സമൂഹത്തോട് വിളിച്ചു പറയലല്ല ജനാധിപത്യം. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പാർട്ടിയിൽ ഒരു പ്രശ്നം ഉയർന്നു വന്നു, ആ പാർട്ടിയിലെ നേതാക്കളെല്ലാം കൂടി ഒരുമിച്ചിരിക്കുക, അവരുടെ അഭിപ്രായം ആ പാർട്ടി ഫോറത്തിൽ പറയുക, എന്നിട്ട് സമൂഹത്തോട് ആ പാർട്ടിയുടെ നിലപാട് ഒറ്റ ശബ്ദമായിട്ട് വിളിച്ചു പറയണം. അതല്ലേ സമൂഹത്തോട് നിങ്ങൾ ചെയ്യേണ്ട ജനാധിപത്യ മര്യാദ. അല്ലാതെ ഓരോ നേതാവും ഇങ്ങനെ ഒരു വിഷയം, ഏറ്റവും രൂക്ഷമായ സങ്കീർണമായ ഒരു വിഷയം വരുമ്പോൾ ഓരോ നേതാവ് ഓരോ അഭിപ്രായം സമൂഹത്തോട് പറയുകയും എന്നിട്ട് ഒരു സങ്കീർണ അവസ്ഥ രൂക്ഷമാക്കുകയും ചെയ്യുന്നതാണോ ജനാധിപത്യം? അതിനെ അനാർക്കിസം എന്നാണ് വിളിക്കുക, ഡെമോക്രസി എന്നല്ല. അത് അരാജകത്വമാണ്. നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് എന്താ? ഉമാ തോമസും ഷാനിമോൾ ഉസ്മാനും ബിന്ദു കൃഷ്ണയും വി ഡി സതീശനും സണ്ണി ജോസഫും എല്ലാവരും കൂടി ഇരുന്ന് അവരുടെ ഫോറത്തിൽ അഭിപ്രായം പറയണം, എന്നിട്ട് യോജിച്ച തീരുമാനമെടുത്ത് ഇതാണ് കോൺഗ്രസിന്റെ നിലപാട് എന്ന് പറയണം. അങ്ങനെയാണോ ഉണ്ടായത്? അങ്ങനെ അല്ലാത്തത് കൊണ്ടല്ലേ കോൺഗ്രസിന്റെ നേതാക്കൾ അവരുടെ മനസ്സിലിരിപ്പ്, അവർക്കെല്ലാം ഈ വിഷയം അറിയാം. എങ്ങനെയാണ് ഈ വി ഡി സതീശൻ, ഷാഫി പറമ്പിൽ, മാങ്കൂട്ടത്തിൽ സഖ്യം കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്യുന്നത്, തെറ്റായ വഴിയിലേക്ക് കൊണ്ടുപോകുന്നത്? ഞങ്ങൾക്ക് ശക്തമായ വിയോജിപ്പുണ്ട് കെ സുധാകരനോടും അദ്ദേഹത്തിന്റെ ശൈലിയോടും. പക്ഷെ കെ സുധാകരനെ പോലെ ഒരു KPCC പ്രസിഡന്റിനെ എത്ര നിഷ്പ്രയാസമാണ് മൂലക്കാക്കി കളഞ്ഞത്, ശബ്ദമില്ലാത്ത മാറ്റിക്കളഞ്ഞത്. കോൺഗ്രസിലെ വലിയ പ്രതാപിയായിരുന്ന ഒരാളെ എത്ര പെട്ടെന്നാണ് നിങ്ങൾ എടുത്തു കളഞ്ഞത്. എങ്ങനെയാ സീനിയർ ലീഡറായ ചെന്നിത്തല അന്ന് കോൺഗ്രസിന്റെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കോൺഗ്രസ് വീണ്ടും പ്രതിപക്ഷത്തായപ്പോൾ അന്നത്തെ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗം വിളിച്ചു. ഹൈക്കമാൻഡിന്റെ ആളുകൾ അഭിപ്രായമെടുത്തു, ഓരോരുത്തരോടും സ്വയം റജി പറയുന്ന പോലെ അഭിപ്രായ സ്വാതന്ത്ര്യത്തോടു കൂടി രഹസ്യമായിട്ട് ഹൈക്കമാൻഡ് പ്രതിനിധികൾ കേട്ടു. കൂടുതൽ ആളുകളും പറഞ്ഞത് രമേശ് ചെന്നിത്തലയുടെ പേര് ലീഡർ ഓഫ് ഓപ്പോസിഷൻ ആയിട്ട്. പക്ഷെ ഹൈക്കമാൻഡ് എടുത്ത തീരുമാനം എങ്ങനെയാ? കുറച്ച് ആളുകൾ മാത്രം അഭിപ്രായപ്പെട്ട വി ഡി സതീശന്. ഇതെല്ലാം വെച്ച് കോൺഗ്രസിനകത്തുള്ള പ്രശ്നങ്ങൾ, ആ സഖ്യമാണ് പൊളിയുന്നത്. വി ഡി സതീശനെതിരെയാണ് വലിയ ആരോപണങ്ങൾ വരാൻ പോകുന്നത്. അത് തടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴേ ഒരു മുളം അങ്ങോട്ട് നീട്ടിയെറിഞ്ഞു എന്നല്ലാതെ ഇന്നത്തെ സതീശന്റെ പ്രസ്താവനയിലും അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിലും വേറെ എന്തെങ്കിലും ശരിയായ വസ്തുതയുണ്ടോ? അപ്പോൾ കോൺഗ്രസ് ഇനിയും ചീഞ്ഞു നാറാൻ പോകുന്നു. ഇങ്ങനെയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ഏത് രാഷ്ട്രീയ പാർട്ടിയും CPM ഉൾപ്പെടെയുള്ള പാർട്ടികൾ ചെയ്തതുപോലെ ശരിയായ രീതിയിൽ പ്രതികരിക്കാൻ വേണ്ടി തയ്യാറാവണം. അവാസ്തവമായിട്ട് കാര്യങ്ങൾ പ്രചരിപ്പിക്കരുത്. ശരി ശ്രീ വി പി പി, അതെ താങ്കൾ പറഞ്ഞതാണ് അവാസ്തവമായിട്ടാണ് ഇപ്പോൾ, അവാസ്തവമായിട്ട് തന്നെയാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.